ബീഹാറിൽ എൻഡിഎ സഖ്യം നേരിടുന്നത് വൻ പ്രതിസന്ധിയാണ്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ സീറ്റ് വിഭജനം ബിജെപിക്ക് കീറാമുട്ടിയാകും. പകുതി സീറ്റുകളിലും സ്വന്തം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇപ്പോൾ ബിജെപി. എന്നാൽ സഖ്യത്തിലേക്ക് മടങ്ങി വന്ന ജെഡിയുവിന് കടുത്ത നിരാശയാണ് ഈ ഘട്ടത്തിൽ. ബീഹാറിലെ 40 സീറ്റുകളിൽ 12 എണ്ണമാണ് ബിജെപി തയ്യാറാക്കിയ കരടുരേഖയിൽ ജെഡിയുവിന് നീക്കിവച്ചിരിക്കുന്നത്. ഈ ഫോർമുല അംഗീകരിക്കില്ലെന്നും ബിജെപിക്ക് അതറിയാമെന്നും ജെഡിയു നേതാക്കൾ പ്രതികരിച്ചു. ഇരുവിഭാഗവും 17 സീറ്റുകൾ വീതം പങ്കുവെക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. 2014 തെരഞ്ഞെടുപ്പിൽ 22 സീറ്റുകളിൽ ബിജെപി ജയിച്ചിരുന്നു. എൻഡിഎ സഖ്യത്തിന് 31 സീറ്റുകളും ലഭിച്ചു. 17 വർഷം നീണ്ട ബിജെപി സഖ്യം അവസാനിപ്പിച്ച ജെഡിയുവിന് 2 സീറ്റുകളിൽ മാത്രമാണ് ജയിക്കാനായത്. ബീഹാറിൽ ബിജെപിക്ക് 36% വോട്ടുകൾ ഉണ്ടെന്നാണ് അവരുടെ വാദം. അതുകൊണ്ട് പകുതിയിലേറെ സീറ്റുകൾ വേണം. രാംവിലാസ് പസ്വാനും അർഹമായ പരിഗണന കൊടുക്കണം. അതിനാൽ 12 സീറ്റ് മാത്രമേ നിതീഷിന് കൊടുക്കാനാകൂ എന്നാണ് ബിജെപിയുടെ നിലപാട്. തങ്ങൾക്ക് 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അനുപാതത്തിന് തുല്യമായി 25 സീറ്റുകൾ വേണമെന്ന് നേരത്തെ നിതീഷ് കുമാർ ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം സീറ്റ് വിഭജനത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ലെന്ന് മുതിർന്ന ബിജെപി നേതാവ് ഭൂപേന്ദ്ര യാദവ് വ്യക്തമാക്കി. ഏതായാലും ബീഹാറിൽ ബിജെപിക്ക് കാര്യങ്ങൾ അത്ര സുഖകരമാകില്ലെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. സിറ്റിംഗ് സീറ്റിൽ എല്ലാം ബിജെപി തന്നെ മത്സരിക്കുമെന്നാണ് സൂചന. അതിനിടെ നിതീഷിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുമുള്ളത്. എന്നാൽ ലല്ലു പ്രസാദ് യാദവിന്റെ RJD നിതീഷുമായി സഹകരണത്തിനില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നിതീഷ് കുമാറിന് ബിജെപിയുമായുള്ള ചർച്ചകൾ ഏറെ നിർണായകമാകും. ബീഹാറിൽ 40 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്കൊപ്പമായിരുന്നില്ല നിതീഷ് കുമാർ മത്സരിച്ചത്. അദ്ദേഹത്തിന്റെ പാർട്ടി ഒറ്റയ്ക്കാണ് ജനവിധി തേടിയത്. അതുകൊണ്ട് തന്നെ 2 സീറ്റിൽ മാത്രമാണ് ജയിക്കാനായത്. എന്നാൽ ബിജെപി ആകട്ടെ 22 സീറ്റിൽ ജയിക്കുകയും ചെയ്തു. അതേസമയം നിതീഷ് കുമാർ 2015 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലും ലല്ലു പ്രസാദ് യാദവിന്റെ RJDക്കൊപ്പമായിരുന്നു തെരഞ്ഞെടുപ്പ് നേരിട്ടത്. അതിൽ നിതീഷ് കുമാർ മികച്ച വിജയം നേടുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് മറുനാടൻ TV.